ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മധുരിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാരാവടയാണ്. കാരാവട എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിനായി 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് ചോറ് അരച്ചെടുത്തത്, 1/2 കപ്പ് കുതിർത്ത കടലപ്പരിപ്പ്, 1 സവാള അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, പുതിന, കറിവേപ്പില, 1 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, 1/2 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആവട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് ഒരു ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വടവരുടെ കഴിക്കാൻ നമുക്കൊരു സ്വീറ്റ് ചട്നി റെഡിയാക്കാം. അതിന് സവാള, മുളക് പൊടി 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പുളി, കുറച്ച് ശർക്കര പൊടിച്ചത് അരച്ചെടുത്തിട്ട് വരാം. മധുരവും പുളിപ്പും എരിവുമായിട്ടുള്ള ചട്നി റെഡിയായി. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കാരാവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഇരിക്കും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.